പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർക്കലം പാവനാശം കുന്നുകളുടെ ദുരവസ്ഥയാണ് നാം ഈ കാണുന്നത്. CRZ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഹൈറ്റൈഡ് ലൈനിൽ നിന്ന് 200 മീറ്ററിനുള്ളിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും അനുവദനീയമല്ലെന്നിരിക്കെയാണ് കുന്നിടിച്ചുകൊണ്ട് ടോയ്ലറ്റ് സമുച്ചയം മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ വാട്ടർ ടാങ്ക് പിടിപ്പിച്ചിരിക്കുന്നതും കുന്നിൻ ചെരുവ് മുറിച്ചാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള കുന്നുകളെ റിസോർട്ട് ലോബികളും പ്രാദേശിക സർക്കാരും ജില്ലാ ഭരണകൂടവും കൂടിച്ചേർന്നുകൊണ്ട് നശിപ്പിക്കുന്നത്. പാവനാശം കുന്നുകൾ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഈ കുന്നുകൾ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാലം സ്വകാര്യ വ്യക്തികൾ റിസോർട്ട് നിർമ്മാണത്തിൻ്റെ മറവിലാണ് ഈ കുന്നുകൾ നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാരും മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് തന്നെ ഇവിടെ ബാത്റൂമുകൾ നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവനാശത്ത് ബലിമണ്ഡപത്തിന് മുകളിലുള്ള കുന്ന് ഇടിച്ച് നിരത്തി നിർമ്മാണം നടത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന, ഇത്രയധികം ഭക്തർ വരുന്ന, ബലിയിടാൻ ആളുകൾ വരുന്ന ഈ പാവനാശത്ത് ആളുകൾക്ക് മൂത്രം ഒഴിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ തന്നെ പൊതുപ്രവർത്തകരെല്ലാം ഈ മുനിസിപ്പാലിറ്റിയോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, ഇവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ സൗകര്യം ഏർപ്പെടുത്തണം. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും കടലിനോട് ചേർന്ന ഈ കുന്നുകൾ ഏത് സമയവും ഇടിഞ്ഞു വീഴാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കുന്നുകൾ ഇടിച്ച് അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നല്ല അർത്ഥം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഈ ബലിമണ്ഡപം അടച്ചിടേണ്ട സ്ഥിതി വന്നത്. ഇവിടെ ഇതിനെ കുന്ന് തുരന്നെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ ഈ മണ്ണിനേറ്റ ആഘാതം മൂലമാണ് ഇവിടെ കുന്നിടിഞ്ഞ് ബലിമണ്ഡപത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലായത്. പക്ഷേ അത് മാറ്റണം എന്ന രീതിയിൽ വീണ്ടും ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടവും കൂടെ ചേർന്ന് ഇവിടുത്തെ കുന്ന് JCB കൊണ്ടുവന്ന് അത് സംരക്ഷിക്കപ്പെടുന്നതിന് പകരം അത് വീണ്ടും അത് ഇടിച്ച് നിരത്തി ഇടുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്, ഈ അടിയന്തിരമായി ശാസ്ത്രീയമായ ഒരു പഠനം നടത്താനുള്ള നിർദ്ദേശമുണ്ടാകണം. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ റിസോർട്ട് മാഫിയയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയൊക്കെ സ്വാധീനിച്ച് സാമ്പത്തികത്തിൻ്റെ മറവിൽ യഥേഷ്ടം ഇവിടെ ഈ കടൽ തീരത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം നിർത്തിവെക്കാനുള്ള സത്വര നടപടി മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ വരുന്ന ദിവസങ്ങളിൽ വർക്കല മുനിസിപ്പാലിറ്റിക്ക് നേർക്ക് ചെയ്യേണ്ടി വരുമെന്ന കാര്യം കൂടി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ഇവിടെ നടക്കുന്ന ഈ അശാസ്ത്രീയ നിർമ്മാണം അത് സർക്കാർ തലത്തിലും കൂടെ അങ്ങനെ ആവുമ്പോഴാണ് ശരിയല്ലാതെ വരുന്നത്. ഈ സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നു, അത് സത്യവുമാണ്. പക്ഷേ സർക്കാർ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് വളരെ കരുതലോടുകൂടി ചെയ്യേണ്ടതാണ്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചപ്പോൾ ഈ മലയുടെ അടിവാരത്ത് ഇങ്ങനെ മല തുറന്ന് ചെയ്തത് ആരുടെ തലയിൽ കുതിച്ച ബുദ്ധിയാണെന്ന് ആണ് ചിന്തിച്ചു പോകുന്നത്. ഈ ഒരു അപേക്ഷയായ ഒരു വീട് വയ്ക്കാനായിട്ട് ഇവരുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പറയുന്ന നൂലാമലകൾ വളരെ വലുതാണ്. അപ്പോൾ ഈ മാതിരി മല ഇടിക്കാൻ പാടില്ല, കുന്നിടിച്ച് ഒരു 5 സെൻറ്റുകാരൻ്റെ കുന്നിടിച്ച് വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഈ അധികാരികൾ അവർ തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത എന്താണെന്നാണ് മനസ്സിലാവാത്തത്. ദുരന്ത നിവാരണ നിയമം ജില്ലാ കളക്ടർ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് വർക്കല പാവനാശം ബീച്ചിലെ വെള്ളമണൽ തീരത്ത് ചുവന്ന ലാറ്ററൈറ്റ് മണ്ണ് നിക്ഷേപിച്ച് CRZ ലംഘനം നടത്തിയത്. സംരക്ഷിത മലഞ്ചെരിവിന്റെ ജിയോ ഹെറിറ്റേജ് പദവി പരിഗണിക്കാതെയാണ് മല പൊളിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പാറക്കെട്ട് സംരക്ഷിക്കുന്നതിന് പകരം സർക്കാർ ഏജൻസികൾ നിർമ്മിച്ച 2 അനധികൃത കെട്ടിടങ്ങൾ സംരക്ഷിക്കാനാണ് കളക്ടർ തന്റെ അധികാരം പ്രയോഗിക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതി വാങ്ങാതെ ശരിയായ പഠനം നടത്താതെയാണ് ബലിമണ്ഡപത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾ പൊളിച്ചു നീക്കിയതും കുന്നുകളുടെ ബലക്ഷയത്തിന് കാരണമായി തീർന്നത്. ഇത്തരത്തിൽ കുന്നിടിച്ചു മാറ്റുന്നത് കാണുമ്പോൾ തോന്നുന്നത് ആശാന് അടുപ്പിലുമാകാം എന്ന പഴമൊഴിയാണ്. ക്യാമറാമാൻ ഷൺസിനൊപ്പം സത്യപ്രഭ, നവലോൻ ന്യൂസ്, വർക്കല.